ഫ്രണ്ട്സ്, ഇത് നമ്മളുടെ പാലക്കാടിലെ ചന്ദ്രനഗറിലുള്ള ഭാരതമാതാ സ്കൂൾ. ഇവിടെ എന്താണ് ഈ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇവിടുത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാരതമാതാ സ്കൂൾ ആരംഭിച്ചിട്ട് 47 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ 47ാമത്തെ വാർഷികാഘോഷ പരിപാടികളാണ് ഇവിടെ ഈ കാണുന്നത്. ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ട ദൃശ്യം എന്ന് വെച്ചാൽ, കുറേ കുട്ടികൾ, അവരുടെ കൂടെ അവരെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ, അവരൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുപ്പ് പരിപാടിയൊക്കെയാണ്. കുട്ടികളെല്ലാവരും തന്നെ അവർ അവതരിപ്പിക്കുന്ന ആ ഒരു പരിപാടിയിലെ കോസ്റ്റ്യൂമിൽ തന്നെയാണ് ഫോട്ടോ എടുക്കുന്നതിനെല്ലാം നിൽക്കുന്നത്. ഒരു ബാച്ച് കഴിഞ്ഞാൽ മറ്റൊരു ബാച്ച് എന്നുള്ള കണക്കിൽ ഓരോരോ ക്ലാസ്സിലെ കുട്ടികളും അവരുടെ ടീച്ചർമാരും ഒക്കെ ചേർന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിൽ തന്നെയാണ്. ഒരുപാട് തിരക്ക് വെളിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. ഇൻവിറ്റേഷൻ കിട്ടി വന്ന ആളുകളിൽ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുണ്ട്, അതേപോലെ തന്നെ മറ്റ് മുഖ്യ പ്രമുഖ വ്യക്തികളുണ്ട്. അങ്ങനെ ഒരുപാട് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എവിടെ നോക്കിയാലും മൊത്തത്തിൽ ഒരു ഉത്സവ പ്രതീതി തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ തന്നെ CBSE സിലബസും അതേപോലെ സ്റ്റേറ്റ് സിലബസും ഉണ്ട്. CBSEക്കാരുടെ വാർഷികാഘോഷം കഴിഞ്ഞ ആഴ്ചയായിരുന്നു കഴിഞ്ഞത്. സ്കൂൾ കെട്ടിടമാകട്ടെ, കെട്ടിടത്തിൻ്റെ മുൻവശത്തുള്ള ആ ഒരു കാഴ്ചകളാവട്ടെ, എല്ലാം മനോഹരങ്ങളാണ്. നല്ല പൂന്തോട്ടം, അതിനെ വിവിധ വർണ്ണങ്ങളിലുള്ള ലൈറ്റുകളും മറ്റും ഇട്ട് കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു. ഈ ഒരു പ്രോഗ്രാമിന് ഇവർ നൽകിയിരിക്കുന്ന പേരും കൗതുകമുണർത്തുന്നതാണ്. ഒണോര എന്നാണ്. ഇവിടെ പോപ്കോൺ വിൽക്കുന്ന ഒരു ചെറിയ സ്റ്റാള്, അതിൻ്റെ അപ്പുറത്ത് തന്നെ ഐസ്ക്രീം, അതേമാതിരി പലതരം ജ്യൂസുകൾ എല്ലാം വിൽക്കുന്ന മറ്റൊരു സ്റ്റാൾ, ഇതെല്ലാം കാണാം. ചെറിയ കുട്ടികളും മുതിർന്നവരെല്ലാം തന്നെ ഈ 2 സ്റ്റാളിൻ്റെയും മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നത് കാണാം. പല കുട്ടികളും അവരുടെ പാരൻസും എല്ലാം ഉച്ചയ്ക്ക് തന്നെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല വിശപ്പുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാളിലെല്ലാം ഭയങ്കര തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒണോര എന്നാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര്. ഒണോര എന്ന വാക്ക് ഗ്രീക്ക്, ലാറ്റിൻ, ഫ്രഞ്ച് എന്നീ ഭാഷകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സ്റ്റേജിൽ എന്തെല്ലാമോ പരിപാടികൾ നടക്കുന്നതിൻ്റെ ശബ്ദം നമ്മൾക്ക് കേൾക്കാം. ഇത് സ്റ്റേജിലേക്ക് പോകുന്ന ആ ഒരു നടപ്പാതയാണ്. അവിടെയും വളരെ നന്നായിട്ട് ട്യൂബ് ലൈറ്റും മറ്റുള്ള ബൾബുകളുമെല്ലാം വെച്ച് നല്ല ഒരു രസകരമായിട്ടുള്ള രീതിയിൽ തന്നെ അതിനെ അലങ്കരിച്ചിട്ടുണ്ട്. ഒണോര എന്ന വാക്കിനർത്ഥം ഏകദേശം വർണ്ണപ്രഭ, തിളങ്ങുന്ന ലൈറ്റുകൾ, അങ്ങനെയൊക്കെയാണ്. പ്രോഗ്രാമുകൾ നടക്കുന്ന സ്റ്റേജിന് പുറമേ അവിടെ നിന്നും കുറച്ച് വെളിയിലായിട്ട് വലിയൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിൻ്റെ മുന്നിലിരുന്നും നമ്മൾക്ക് ആ സ്ക്രീനിലൂടെ സ്റ്റേജിൽ അപ്പോൾ നടക്കുന്ന പരിപാടികൾ കാണാം. അവിടെയും ഒരുപാട് ജനക്കൂട്ടം, ആ സ്ക്രീനിലുള്ള കാഴ്ചകൾ കാണാനും ഒരുപാട് ജനക്കൂട്ടങ്ങളുണ്ട്. ഇങ്ങനെ ഒരു വലിയ സ്ക്രീൻ വെളിയിലും വെച്ചിട്ടുള്ളത് കൊണ്ട് ജനക്കൂട്ടത്തെ അല്പം നിയന്ത്രിക്കാൻ അത് ഉപകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമാർത്ഥം. ഈ ഒരു സ്ക്രീനിൻ്റെ മുമ്പിലായാലും അതേപോലെ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിന് മുൻവശത്തായാലും ഒരുപാട് തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തിരക്കിനെ നിയന്ത്രിക്കാനായിട്ട് ഇവിടെ ഒരുപാട് സെക്യൂരിറ്റി ആളുകൾ ഉണ്ട്. അവരാണ് ഈ ഒരു തിരക്കിനെയെല്ലാം നിയന്ത്രിക്കുന്നത്. നമുക്ക് കണ്ടാൽ അറിയാം, ഒരുപാട് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സ്റ്റേജിൻ്റെ ഏറ്റവും മുൻവശത്തായി വിശിഷ്ടാതിഥികൾക്കുള്ള ഇരിപ്പിടങ്ങളാണ്. അവിടെ മാത്രം കുറച്ച് ചെയറുകൾ നമ്മൾക്ക് ഒഴിഞ്ഞു കിടക്കുന്നത് കാണാം. ബാക്കി പുറകോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള സീറ്റുകൾ മുഴുവൻ എല്ലാറ്റിലും ആളുകളുണ്ട്. അതേപോലെ ഭയങ്കര തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. പാലക്കാടുള്ള നല്ല സ്കൂളുകളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് ഭാരത് മാതയുടെ സ്ഥാനം. വിദ്യാഭ്യാസം കാര്യത്തിൽ മാത്രമല്ല, അതേപോലെ തന്നെ ആ സ്കൂളിൻ്റെ മുൻവശമെല്ലാം നോക്കിയാൽ നമ്മൾക്കറിയാം ആ ഒരു പൂന്തോട്ടവും ആ ഒരു ഉദ്യാനമെല്ലാം എങ്ങനെയാണ് അവർ പരിപാലിച്ച് വെച്ചിരിക്കുന്നത് എന്ന്. അതിനെയെല്ലാം വേണ്ട വിധം നല്ല ഭംഗിയായി തന്നെ അതെല്ലാം പരിപാലിക്കുന്നുണ്ട്. കുറേ ആളുകൾ പ്രോഗ്രാം കാണുന്ന തിരക്കിലാണെങ്കിൽ, കുറേ പേർ ഐസ്ക്രീം സ്റ്റാളിൻ്റെയും പോപ്കോൺ സ്റ്റാളിൻ്റെയും ഒക്കെ മുമ്പിലാണ്. വിശക്കുന്നുണ്ടാവാം, അവർ വിശപ്പ്
മാറ്റാനുള്ള തത്രപ്പാടിലാണ്. അതേപോലെ കുറേ രക്ഷാകർത്താക്കൾ തങ്ങളുടെ കുട്ടികളെ പ്രോഗ്രാം അവതരിപ്പിച്ച് കഴിഞ്ഞ കുട്ടികളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായി ഓരോരുത്തരുടെയും പേരുകൾ വിളിച്ച് അവരുടെ ടീച്ചർമാർ അവരവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുക്കലേക്ക് അവരെ പറഞ്ഞു വിടുന്നു. LKG മുതൽ +2 പഠിക്കുന്ന കുട്ടികൾ വരെയാണ് ഇവിടെ ഈ പ്രോഗ്രാംസ് എല്ലാം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് എന്താണോ യോജിച്ചത് അത് അവരുടെ ടീച്ചർമാരും മറ്റുള്ളവരും ചേർന്ന് ചിട്ടപ്പെടുത്തി അവരെ കൊണ്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണ്. തീരെ ചെറിയ കുട്ടികൾക്ക് അവരുടെയൊക്കെ സഹായം ആവശ്യം വരും. പക്ഷേ +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അവർക്ക് സ്വയം സ്ക്രിപ്റ്റ് എഴുതാനും അതെല്ലാം സ്റ്റേജിൽ അവതരിപ്പിക്കാനും എല്ലാമുള്ള കഴിവുണ്ടാകും. പക്ഷേ ചെറിയ കുട്ടികളെ അവരുടെ ടീച്ചർമാർ തന്നെ വേണം അതെല്ലാം ചെയ്തു കൊടുക്കാൻ. LKG എന്നോ UKG എന്നോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒന്നുമില്ല. ചെറിയ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ ഒരു എനർജി ലെവൽ അവരുടെ ഭയങ്കരമാണ്. ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ അടുത്ത പ്രോഗ്രാം ഉടൻ തന്നെ റെഡിയായി. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആദ്യം LKG കുട്ടികളുടെ, അത് കഴിഞ്ഞാൽ UKG, അത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, അങ്ങനെ എല്ലാ പ്രായത്തിലും എല്ലാ ക്ലാസ്സുകളിലുമുള്ള കുട്ടികളുടെ വരിയായിട്ടുള്ള ആ ഒരു പ്രകടനം തീരെ ലാഗില്ലാതെ, തീരെ ഇടവേളകളില്ലാതെ തന്നെ ബോറടിപ്പിക്കാതെ നല്ലൊരു രീതിയിൽ തന്നെ നടന്നു വരുന്നു. തങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരെല്ലാം പോകുന്നു. അതേപോലെ തന്നെ തങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാം വരാൻ സമയമാകുന്നതേയുള്ളൂ എന്ന് പറഞ്ഞ് ചില രക്ഷാകർത്താക്കളെല്ലാം വരുന്നതേയുള്ളൂ. അവർ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരക്കിന് മാറ്റമേ ഇല്ല. ഈ തിരക്ക് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും നമ്മൾ ആശങ്കയിലാണ്. ഇതിന് മുൻപിലത്തെ പ്രോഗ്രാമായിരുന്നോ നല്ലത്, അതോ ഈ പ്രോഗ്രാമാണോ നല്ലത് എന്നെല്ലാം പറഞ്ഞ് വിവിധ വർണ്ണങ്ങളിലുള്ള ഡ്രസ്സുകളെല്ലാം ഇട്ട് അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാലും അറിയാം അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം തന്നെ വളരെ രസകരമായിട്ടുണ്ട് കാണാൻ. ഈ കുട്ടികളെയും അതേമാതിരി തന്നെ ഇവരെ ഇതിനെല്ലാം പ്രാപ്തരാക്കിയ ആ ഒരു അധ്യാപികമാരുടെയും സ്കൂളിലെ മറ്റ് ജീവനക്കാരുടെയും എല്ലാം ഒരുപാട് ദിവസത്തെ പ്രയത്നഫലമാണ് ഈ ഒരു പ്രോഗ്രാമെല്ലാം ഈ സ്റ്റേജിൽ നമ്മൾക്ക് ഇത്രയും ഭംഗിയായി കാണാൻ സാധിച്ചത്. ഒരുപാട് പേരുടെ കഠിനാധ്വാനം ഇതിന് പിന്നിലുണ്ടാകും. ഇവിടെ ഇതാ കുറച്ച് പെൺകുട്ടികളും കുറച്ച് ആൺകുട്ടികളും ചേർന്ന് വെസ്റ്റേൺ മ്യൂസിക്കും അതേപോലെ തന്നെ ശാസ്ത്രീയ സംഗീതവും എല്ലാം കൂടെ ചേർന്നൊരു ഫ്യൂഷൻ പ്രോഗ്രാം മാതിരിയാണ് ഉണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു കേൾക്കാൻ. അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന ആ ഒരു കഥയുടെ നാടകാവിഷ്കരണം
കൊച്ചുകുട്ടികൾ വളരെ ഭംഗിയായി തന്നെ ആ ഒരു നാടകം അവതരിപ്പിച്ചിരിക്കുന്നു. ഫ്രണ്ട്സ്, ഏതാണ്ട് 7-7:30 തുടങ്ങിയ ഈ ഒരു കലാപരിപാടികൾ അവസാനിക്കാൻ ഇനിയും കുറച്ചു സമയം മാത്രമേ ഉള്ളൂ. ഇനി 1-2 കലാപരിപാടികൾ മാത്രമാണ് ഉള്ളത്. സമയവും ഏകദേശം 10 മണിയോട് അടുത്തിരിക്കുന്നു. ഏകദേശം 10 മണിയോടുകൂടി തന്നെ ഈ ഒരു പ്രോഗ്രാം, ഇവിടുത്തെ ഈ ഒരു വാർഷികാഘോഷ പരിപാടികൾക്ക് അവസാനമാകും. ഇനി അടുത്ത വർഷം പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴും കുട്ടികളോടൊപ്പം അവരവരുടെ രക്ഷിതാക്കൾ ഇവിടെയെല്ലാം നിന്ന് ഒരു സെൽഫിയും മറ്റുള്ള ഫോട്ടോവും വീഡിയോവും എല്ലാം എടുക്കുന്ന തിരക്കിലാണ്. അത്രയ്ക്കും ഭംഗിയുള്ളതാണ് ഇവിടുത്തെ ഈ ഒരു സ്കൂളിൻ്റെ മുൻഭാഗമെല്ലാം. ഫ്രണ്ട്സ്, അപ്പോൾ പാലക്കാടിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്കൂളും അവിടുത്തെ 47ാമത്തെ വാർഷികാഘോഷ ചടങ്ങുകളെയും പറ്റി നമ്മളുടെ പ്രേക്ഷകരെ ഒന്ന് അറിയിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും ബൈ, എൻജോയ്.